രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മന്ത്രി പദവി ചങ്ങലയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി പദവിയും പ്രോട്ടോകോളും തന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റുകയാണെന്നും സുരേഷ് ഗോപി. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ വിൻഡോ ചില്ല് പാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശി ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. എറവ് കരുവാൻ വളവിൽ അപകടത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. റോഡരികിലെ പോസ്റ്റിൽ കോണി വെച്ച് കയറി നിന്നിരുന്ന 3 പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്കിടിച്ചായിരുന്നു അപകടം. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ചിരുന്ന സാമഗ്രികളാണ് മോഷണം പോയത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ദമ്പതികളിൽ നിന്ന് 43 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി ഷാജഹാനാണ് അറസ്റ്റിലായത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട ആചാരങ്ങളും തിരിച്ചുകൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിലുപരി ശാസ്ത്രീയ ചിന്തയോടെയും യുക്തിബോധത്തോടെയും വൈജ്ഞാനിക അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ച് സമത്വത്തിലും തുല്യതയിലും ഊന്നിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഒന്നിച്ച് കൈകോർക്കേണ്ടത് അനിവാര്യമാണ്. വർഗീയത, വിഘടനവാദം, വംശീയത എന്നിവയുടെ വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് നേരിടണമെന്നും മന്ത്രി പറഞ്ഞു. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരതമാണ് നാം കെട്ടിപ്പടുക്കേണ്ടത്. ശാസ്ത്രീയ ചിന്തയോടെ, യുക്തിബോധത്തോടെ, വൈജ്ഞാനികമായ അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് വേണ്ടത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമത നിറഞ്ഞ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. മൈതാനത്തെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. തൃശൂർ സെന്റ് ആൻസ് കോൺവെന്റ്, കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയിലെ ബാൻഡ് പ്ലാറ്റൂണുകൾ പരേഡിന് മികവേകി. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K സതീഷ് കുമാർ പരേഡ് നയിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. സായുധ സേനാ പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാളിനും വിദ്യാഭ്യാസേതര സ്ഥാപനമായ തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷിനും റോളിംഗ് ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. P. ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി പോലീസ് മേധാവി R. ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മുൻ സ്പീക്കർ തേറമ്പൽ രാമകൃഷ്ണൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.
മന്ത്രി പദവി ചങ്ങലയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി പദവിയും പ്രോട്ടോകോളും തന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റുകയാണ്. ചേട്ട എന്ന് വിളിച്ചവർ പലരും ഇപ്പോൾ സാർ എന്ന് വിളിക്കുന്നു. താനത് ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ പോലും SG എന്നോ സുരേഷ് ഗോപി എന്നോ വിളിക്കുന്നതാണ് ഇഷ്ടം. മന്ത്രിപദം എന്നെ ഞാനല്ലാതാക്കി മാറ്റുന്നു എന്ന പേടിയുണ്ട്. അഭിനയത്തോടുള്ള പാഷനെ പോലും തടസ്സമാകുന്നു. എന്നാൽ കേരളത്തിന്റെ മറ്റ് MP-മാരെ പോലെ ഒരാളാണ് താൻ. കേന്ദ്രം ജനങ്ങൾക്കായി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ യഥാവിധി എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ഡെലിവറി ബോയ് മാത്രമാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അസോസിയേഷൻ തൃശൂരിലെ വിലങ്ങൻകുന്നിലടക്കം നടത്താൻ നിശ്ചയിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പദ്ധതികളുടെ കരട് രേഖ അദ്ദേഹത്തിന് കൈമാറി. അസോസിയേഷൻ പ്രസിഡന്റ് TA അനന്തരാമൻ, സീനിയർ വൈസ് പ്രസിഡന്റ് C പത്മകുമാർ, സെക്രട്ടറി അജിത് കൈമൾ എന്നിവർ സംസാരിച്ചു. Behavioral exercises and behavioral performances and behavioral nature എല്ലാം പ്രോട്ടോകോളിന്റെ അകലത്തിന്റെയൊക്കെ പേരിൽ എനിക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വെല്ലാണ് കുറച്ചുകൂടി വളരെ ഒരു ല്യൂണസിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം വരുന്നുണ്ട്. I would have been a better performer, I think, by getting sustained as a simple MP. That would have been a better proposition from my leaders. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ വലിയ ചില്ലുപാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശിയും ഇരിങ്ങാലക്കുടയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായ ഗോപാലകൃഷ്ണനാണ് തലയ്ക്ക് പരിക്കേറ്റത്. സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡിനും മാറാ റോഡിനും ഇടയ്ക്കുള്ള മനോരമ ബിൽഡിംഗിലെ 1-ാം നിലയിലെ വലിയ ചില്ലുപാളിയാണ് അടർന്ന് താഴെ ഫുട്പാത്തിലൂടെ നടന്നു പോകുകയായിരുന്ന ഗോപാലകൃഷ്ണന്റെ തലയിൽ പതിച്ചത്. വിവരമറിഞ്ഞയുടൻ ഫയർഫോഴ്സ് എത്തി ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ശേഷിക്കുന്ന പാളികൾ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. നമുക്കൊരു മെസ്സേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് വീണിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയെന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടാണ് ഫയർഫോഴ്സിന് ഇവിടുന്ന് ഒരാൾ വിളിച്ചറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മളിവിടെ എത്തി. നമ്മളിവിടെ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. ഗ്ലാസ് അവിടുന്ന് വീഴുകയും കുറച്ച് പോർഷൻ വീഴുകയും ബാക്കി ഭാഗം ഡേഞ്ചറായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ഒരാൾക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. കാരണം ബാക്കി വന്നവരെ പെട്ടെന്ന് അവരെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് സ്റ്റുഡൻസ് ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരുന്നു. പരിക്ക് പറ്റിയാൾക്ക് കുറച്ച് പരിക്കുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ മേൽ സ്റ്റെപ്പ് വഴി കയറി അവിടെ പൂട്ടായിരുന്നു. അത് നമ്മൾ തുറന്ന് അത് മൊത്തം മാറ്റുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ബാക്കി ഗ്ലാസ് റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ജോലിക്കാരുണ്ട്, നമ്മുടെ സ്റ്റാഫും ഉണ്ട്. അവരുടെ നമ്മൾ കൺട്രോളിലാണ് ഇപ്പോൾ ഗ്ലാസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ സ്വരാജ് റൌണ്ടിലെ എല്ലാ കെട്ടിടങ്ങളിലും വെള്ളിയാഴ്ച സുരക്ഷാ പരിശോധന നടത്തി കോർപ്പറേഷന് കത്ത് നൽകുമെന്ന് തൃശൂർ ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്. സ്വരാജ് റൌണ്ടിൽ പഴയ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് ചില്ലുപാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത്. അപ്പോൾ നാളെ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ റൗണ്ടിലുള്ള എല്ലാ കടകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മറ്റും പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വിലയിരുത്തുകയും എന്തെങ്കിലും നടപടി എടുക്കേണ്ട ബിൽഡിംഗ് ആണെങ്കിൽ അത് തികച്ചും പരിശോധിച്ചതിന് ശേഷം കോർപ്പറേഷന് നമ്മൾ ലെറ്റർ കൊടുക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ റൗണ്ടിൽ വരാനായിട്ട് പാടില്ല. കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങളുടെ സുരക്ഷ നമ്മളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി നടപടികൾ പാലിക്കാതെ, ചട്ടങ്ങൾ പാലിക്കാതെയോ എന്തെങ്കിലും ഷോപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാളുകളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ ഉടനെ ഉണ്ടായിരിക്കും. സ്വരാജ് റൌണ്ടിൽ എല്ലാ കെട്ടിടങ്ങളും പരിശോധിച്ച് കാലപ്പഴക്കവും അപകട സാധ്യതയും വിലയിരുത്തും. സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരം കോർപ്പറേഷന് സമർപ്പിക്കും. പഴക്കമേറിയതും അപകടാവസ്ഥയിലുള്ളതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് കോർപ്പറേഷനാണെന്ന് തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വ്യക്തമാക്കി. എറവ് കരുവാൻ വളവിൽ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അരുമ്പൂരിലെ കേബിൾ TV ഓപ്പറേറ്റർ അടക്കം 2 പേരുടെ നില ഗുരുതരം. വാടാനപ്പള്ളി തൃശൂർ സംസ്ഥാന പാതയിൽ എറവ് കോലാട്ട് ക്ഷേത്രത്തിന് മുൻവശത്താണ് അപകടമുണ്ടായത്. കേബിൾ കണക്ഷൻ ശരിയാക്കാനായി റോഡരികിലെ പോസ്റ്റിൽ കോണി വെച്ച്
കയറി നിന്നിരുന്ന 3 പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ബൈക്കിലുണ്ടായിരുന്ന ഒരാളും 3 കേബിൾ TV ജീവനക്കാരും റോഡിൽ തെറിച്ചു വീണു. കേബിൾ TV ഓപ്പറേറ്റർമാരായ മണികണ്ഠൻ, ഷിജു ഇവരുടെ സഹായിക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷിജുവിന്റെയും ബൈക്ക് യാത്രക്കാരിൽ ഒരാളുടെയും നില ഗുരുതരമാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച് നീലങ്കാവിൽ ജോസിനും പരിക്കേറ്റു. ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൈങ്കുളം മുണ്ടനാട്ട് പാടത്ത് വളവിൽ തെരുവ് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് തലകീഴായി പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവറും സഹായിയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നെന്മാറയിൽ നിന്ന് ആറങ്ങോട്ടുകരയിലേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം പോസ്റ്റ് ഒടിഞ്ഞ ഓട്ടോയ്ക്ക് മുകളിൽ വീണു. ടോറസ് ലോറി കെ-ഫോൺ കേബിളിൽ കുടുങ്ങി വലിച്ചു കൊണ്ടുപോയതിനെ തുടർന്ന് കെ-ഫോൺ പോസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിൽ വീഴുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഇരുമ്പ് കമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ വാട്ടർ ഫിൽറ്ററിന്റെ സ്റ്റീൽ പൈപ്പുകളും അഴിച്ചെടുക്കുകയും സ്കൂളിലെ ലാബിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തെ കോപ്പർ വയറുകളും പോളി ഹൌസിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന കമ്പികളും ഓഡിറ്റോറിയത്തിന്റെ റാമ്പിന് താഴെ സൂക്ഷിച്ച കമ്പികളും മോഷ്ടാവ് ഇളക്കിക്കൊണ്ടുപോയി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്കൂൾ അധികൃതർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച തൃശൂർ സ്വദേശിയുടെയും ഭാര്യയുടെയും പക്കൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കടപ്പാടി സ്വദേശി പൂതംകുറ്റി വീട്ടിൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. ഷെയർ കൺസൾട്ടന്റ് ആണെന്നും ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കുന്നതിന് ട്രെയിനിംഗ് നൽകാമെന്നും പറഞ്ഞ് വിശ്വാസയോഗ്യമായ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ കാണിച്ച് വിവിധ കാലയളവിലായി 43 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കിസാൻ ജനത സ്വാതന്ത്ര്യദിനത്തിൽ അയ്യന്തോളിൽ കർഷക പാർലമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും വിവിധ കർഷക സംഘടനകൾ ആരംഭിച്ച സമരത്തിന് കിസാൻ ജനതയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് കർഷക പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത കിസാൻ ജനത സംസ്ഥാന കൺവീനർ G. പ്രവീൺകുമാർ പറഞ്ഞു. കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ, ജോൺ വാഴപ്പള്ളി, ഷൺമുഖൻ വടക്കുംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കിസാൻ ജനതയാണ് ഏറ്റവും ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു കർഷക പാർട്ടി എന്നാ പറയാം. ജനതാദൾ എന്ന് പറഞ്ഞാൽ അത് കർഷകരുടെ പാർട്ടിയാണ്. കർഷകർക്ക് ദ്രോഹങ്ങൾ വരുമ്പോൾ, അവർ അടിച്ചമർത്തപ്പെടുമ്പോൾ, അവിടെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെതായ ചൂഷണങ്ങൾ നടക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കാൻ ജനതാദൾ കഴിയും. കലാമണ്ഡലത്തിൽ പഠനം പൂർത്തിയാക്കിയ 1970 പൂർവ്വ വിദ്യാർത്ഥികൾ കലാമണ്ഡലം പത്മിനിക്ക് ആദരം സംഘടിപ്പിച്ചു. പത്മതീർത്ഥം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പത്മിനി ടീച്ചറുടെയും ശിഷ്യരുടെയും നൃത്താർച്ചന അരങ്ങേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ചന്ദ്രിക, സുകുമാരി നരേന്ദ്ര മേനോൻ, കലാമണ്ഡലം വിമല മേനോൻ, കലാമണ്ഡലം സരസ്വതി, കലാമണ്ഡലം ഹുസ്ന ബാനു, കലാമണ്ഡലം വസന്ത, ഭരണസമിതി അംഗം KB രാജാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കമ്പാട്ടുകര നാടൻ കലാസംഘത്തിന്റെ കൂട്ടായ്മയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. 38 വർഷം പഴക്കമുള്ള കാത്തിരിപ്പ് കേന്ദ്രമാണ് സ്ത്രീകളടക്കമുള്ളവരുടെ കൂട്ടായ്മയിൽ പുതുക്കി പണിത് സ്വാതന്ത്ര്യദിനത്തിൽ നാടിന് സമർപ്പിച്ചത്. ജെയ്സൺ മാണി, സുരേന്ദ്രൻ നൈനിക്കുന്നത്ത്, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന് 6 വയസ്സ്. ആകാശത്തെ കാർമേഘങ്ങളെക്കാൾ ഇരുണ്ടതാണ് ഇപ്പോൾ ചാലക്കുടിക്കാരുടെ മനസ്സ്. 6 വർഷം മുൻപുള്ള പ്രളയത്തിന്റെ ഭീകരദിനങ്ങൾ ഇക്കുറിയും ചാലക്കുടിയുടെ ഉറക്കം കെടുത്തി. ജലനിരപ്പ് 10.50 മീറ്ററായി ഉയർന്ന അന്ന് ആഗസ്റ്റ് 16 പുഴ പലയിടത്തും ഗതിമാറി ഒഴുകി. റോഡുകളും തോടുകളും അരുവികളായി. പ്രളയത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമായിരുന്ന പുതിയ തലമുറ അന്തം വിട്ടുനിന്നു. പരിശീലനങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും നിരവധി യുവാക്കൾ രക്ഷാദൗത്യം സ്വയം ഏറ്റെടുത്തപ്പോൾ തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടത് 100 കണക്കിന് ആളുകൾക്കാണ്. നൂറ്റാണ്ടിലെ പ്രളയം പക്ഷേ 5 ജീവനുകളെ കവർന്നു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ പഴയ വീട് തകർന്ന്
മാർക്കറ്റിലെ വ്യാപാരിയും അമ്മയും അതിരപ്പള്ളിയിലെ പണ്ടാരംപാറയിലെ ഉരുൾപൊട്ടലിൽ വൃദ്ധയും മരിച്ചത് പ്രളയദുരിതത്തിലെ കറുത്ത ഏടുകളായി. മുരിങ്ങൂർ അടിപ്പാതയിലെ വെള്ളക്കെട്ടിൽ ബസ് ജീവനക്കാരൻ്റെ മരണവും നാടിനെ നടുക്കി. കിഴക്കൻ മലകളിലെ 40ഓളം ഉരുൾപൊട്ടലും അനേകം വീടുകളുടെ തകർച്ചയും സർക്കാർ കണക്കുകളിൽ സ്ഥാനം പിടിച്ചു. വെറ്റിലപ്പാറ പാലത്തിന്റെ ഭാഗിക തകർച്ച, വെട്ടുകടവ് പാലത്തിനു മുകളിലൂടെ തടികളുടെ ഒഴുകിപ്പോകൽ, ഇവയെല്ലാം നാട്ടുകാർ കണ്ടും കേട്ടും തരിച്ചു നിന്നു. വലിയ നാശം അന്ന് ജലസംഭരണികൾക്ക് നേരിട്ടു. നൂറുകണക്കിന് കന്നുകാലികൾ ചത്തതും അനേകം റോഡുകൾ തകർന്നതും നാടിനുണ്ടാക്കിയ നഷ്ടം കനത്തതായി. ഇതിനു മുൻപുണ്ടായ 1964 പ്രളയത്തിൽ സംഭവിച്ച നഷ്ടത്തിന്റെ കണക്കുകൾ എന്തെന്ന് കൃത്യമായി ഓർമ്മിക്കാനുള്ള ആളുകളൊന്നും ഇന്നില്ല. എങ്കിലും ഒന്നറിയാം, ഒക്ടോബർ 17 നഗരത്തെയും ഗ്രാമങ്ങളെയും മുക്കിയ ആ നൂറ്റാണ്ടിലെ 2ാം പ്രളയം. വയനാട് ദുരന്തവും തുടർന്ന് അടിക്കടി പുറത്തുവരുന്ന മഴ മുന്നറിയിപ്പും നാടിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അന്തിക്കാട് മേപ്പറമ്പ് ശ്രീവാമനമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. തന്ത്രി ഇല്ലം കേളങ്ങാത്ത് മന്ന സ്വരൂപ് നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശരത് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഷമ്മി കുന്നംപുള്ളി, സെക്രട്ടറി ഉണ്ണി പൂക്കാട്ട്, ട്രഷറർ വേണുഗോപാൽ കൂനത്ത്, സിന്ധു വാരസ്യാർ, സന്തോഷ് വാരസ്യാർ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരസമിതി അധ്യക്ഷ സുമന സുഗതൻ, മെമ്പർ MK ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. SC വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കുന്നംകുളത്ത് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കുന്നംകുളം തൃശൂർ റോഡിലെ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തെ കാനയിലാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ മേഖലയിൽ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയതായി നാട്ടുകാർ പറഞ്ഞു. സംഭവം കുന്നംകുളം നഗരസഭാ അധികൃതരെ അറിയിച്ചുവെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറായില്ലെന്ന് ആരോപണമുണ്ട്. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1977-78 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കുടുംബസംഗമം തളിക്കുളം സ്കൂൾ അങ്കണത്തിൽ ചേർന്നു. പൂർവ്വ വിദ്യാർത്ഥിയായ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EPK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AC ധളം, ഖജാൻജി TK ധർമ്മരാജൻ, സ്കൂൾ പ്രധാനാധ്യാപിക അഭിസത്ത്, പ്രിൻസിപ്പൽ ആശ തുടങ്ങിയവർ സംസാരിച്ചു. ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകം ഒരു വാത്സല്യമായിരുന്നു. ഒരിക്കലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത പ്രിയമുള്ള വസുമതി ടീച്ചർ, രമണ ടീച്ചർ സാ രി ഗ മ എന്ന് പറഞ്ഞിട്ട് സാ രി ഗ മ രമണ ടീച്ചർ പാട്ട് പഠിപ്പിച്ച് ആരെങ്കിലും ഇരിക്കുമെന്ന് കൈവയ്ക്കാൻ നന്നായി. പാലക്കാട് നിന്നും ഇപ്പോൾ വന്നിട്ടുണ്ട്. മുല്ലശ്ശേരി പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി താമരപ്പുള്ളി ദാമോദരൻ നമ്പൂതിരി മഹാഗണപതി ഹോമത്തിന് കാർമ്മികത്വം വഹിച്ചു. ചിറക്കൽ ഗണേശൻ, വലിയപുരക്കൽ ശിവൻ എന്നീ ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ഭാരവാഹികളായ MV രത്നാകരൻ, ഹരിദാസൻ കരുമത്തിൽ, അശോകൻ കുര്യക്കോട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് മൈനർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപമാണ് 6 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മൈനർ കമ്മിറ്റി പ്രസിഡന്റ് ER പ്രജീഷ്, സെക്രട്ടറി MK ലിനീഷ്, അംഗങ്ങളായ CA ഷാജു, VV വിവേക്, PX അരുൺ എന്നിവർ നേതൃത്വം നൽകി. അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി. തൈക്കാട്ടുശ്ശേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആനക്കല്ല് സെന്ററിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൊതുകിണറും പരിസരവും വൃത്തിയാക്കുകയും ഗാർഡൻ നിർമ്മിക്കുകയും ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആനക്കല്ലിൽ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൊതുകിണർ 40,000 രൂപ ചെലവഴിച്ചാണ് വൃത്തിയാക്കിയത്. തൈക്കാട്ടുശ്ശേരി ലയൺസ് ക്ലബ് പ്രസിഡന്റ് റോബി ജോൺ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സോജൻ ദേവസി, വാർഡ് മെമ്പർ ജോയ് പയ്യപ്പള്ളി, റാഫി കാട്ടൂക്കാരൻ, PD സുമേഷ് എന്നിവർ സംസാരിച്ചു.
തൃശൂർ ആസ്ഥാനമായി 2018 പ്രവർത്തനം ആരംഭിച്ച ഫിനാൻസ് സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ വിൽവട്ടത്ത് കോർപ്പറേഷന് കീഴിലുള്ള സ്നേഹവീട്ടിൽ താമസിക്കുന്നവരോടൊപ്പം സ്വാതന്ത്ര്യദിനം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളോടെ ആഘോഷിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് സ്നേഹവീട്ടിൽ ദേശീയ പതാക ഉയർത്തി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഡിവിഷൻ കൗൺസിലർ I സതീഷ് കുമാർ, സ്നേഹവീട് മാനേജർ EF ഷീല, അന്തേവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സാരഥികളായ PR രാജേഷ്, സജി രാജേഷ്, ചിന്നമ്മ വിൻസെന്റ്, കവിത മണികണ്ഠൻ, സ്റ്റേറ്റ് മേധാവികളായ PM സനീഷ്, KM സുനിൽ, ആദർശ് ശിവദാസ് എന്നിവർ ശുചീകരണ പ്രവർത്തനമടക്കമുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്നേഹവീടും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയും ദിവസം മുഴുവൻ അന്തേവാസികളോടൊപ്പം ചെലവഴിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ കേരളത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, തിരുപ്പൂർ എന്നിവിടങ്ങളിലുമടക്കം 35 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കിംഗ്, ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവും വിശ്വസ്തതയും നേടിയ ഡയറക്ടർ ബോർഡിന്റെയും നോൺ ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ വിജയരഹസ്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. ഇരിങ്ങാലക്കുട നഗരസഭ അയ്യങ്കാവ് മൈതാനത്ത് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ ദേശീയ പതാക ഉയർത്തി. സ്കൌട്ട്, NCC, സ്റ്റുഡന്റ്, പോലീസ് കേഡറ്റുകൾ സല്യൂട്ട് സ്വീകരിച്ചു. കൌൺസിലർമാർ, ജീവനക്കാർ, മുൻ നഗരസഭാ ചെയർമാൻമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷബീർ, നഗരസഭാ സെക്രട്ടറി എന്നിവർ സംബന്ധിച്ചു. തലപ്പള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ MP K രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കോലഴിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോലഴിയിലെ പുതിയ ബസ് സ്റ്റോപ്പിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ, ലീന റോയ്, ജോയിന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TC രജിത ദേശീയ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കോമേഴ്സ് അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രസിഡന്റ് KP സാക്സൺ ദേശീയ പതാക ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ, ചേംബർ സെക്രട്ടറി KM അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായ വിൽസൺ മാത്യൂസ്, സുന്ദരൻ നായർ, ജോയിന്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവും സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ജില്ലാ കൌൺസിൽ അംഗം PK റാസിഖ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. CJ സെയ്ദ് മുഹമ്മദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP റെജി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ CMS LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ഹെഡ് മിസ്റ്റേഴ്സ് ബിന്ദു ദേശീയ പതാക ഉയർത്തി. MPTA പ്രസിഡന്റ് രശ്മി ആശംസകൾ നേർന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
എറവ് സെന്റ് തെരാസസ് അക്കാദമി ICSE സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ ദേശീയ പതാക ഉയർത്തി. പ്രിൻസിപ്പൽ സിസ്റ്റർ മാർഗ്രറ്റ് ഫ്രാൻസിസ്, വൈസ് പ്രിൻസിപ്പൽ നീതു ചാക്കോച്ചൻ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വികാരി ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ ദേശീയ പതാക ഉയർത്തി. വിമുക്ത ഭടന്മാരായ KK കുര്യാക്കു, ഡേവിസ് വടക്കൻ, PJ ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വടക്കേക്കാട് കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രിൻസിപ്പൽ PV അജിത ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് നൌഫൽ കൊച്ചന്നൂർ, പ്രധാനാധ്യാപിക AV സുമംഗലി, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ സന്ദേശം നൽകി. മാള പഞ്ചായത്തിൽ പ്രസിഡന്റ് ബിന്ദു ബാബു ദേശീയ പതാക ഉയർത്തി. പാവറട്ടി പ്രസ് ഫോറം സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് ദേശീയ പതാക ഉയർത്തി. പ്രസ് ഫോറം ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷനായിരുന്നു. ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമാൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി ദേശീയ പതാക ഉയർത്തി. ജനറൽ കൺവീനർ OJ ഷാജൻ അധ്യക്ഷത വഹിച്ചു. BG തോംസൺ, PK ബാബു, CR അഭിമന്യു, P സുഭാഷ്, സാംസൺ ചിരിയങ്കണ്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ദേശീയ പതാക ഉയർത്തി. ജനപ്രതിനിധികളായ KS സതീഷ്, ഷാജു അമ്പലത്ത്, OJ ഷാജൻ, ശിൽപ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. ആശുപത്രിപ്പടി മദ്രസത്തുൽ ബദ്രിയായുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പള്ളി പ്രസിഡന്റ് കോയയ്ക്ക ദേശീയ പതാക ഉയർത്തി. ഉസ്താദ് അഷ്റഫ് ലത്തീഫി, മുഹമ്മദ് ഷാനവാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെയും നൂറുൽ ഹുദ മദ്രസയുടെയും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മഹല്ല് പ്രസിഡന്റ് പതിപ്പറമ്പത്ത് അബ്ദുൽ നാസർ, സെക്രട്ടറി KK അബ്ദുൽ സലാം, സദർ മുഅല്ലിം ഉനൈസ് അഷ്റഫി ചേർപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ സ്വാതന്ത്ര്യദിനവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ആഘോഷിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ദേശീയ പതാക ഉയർത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, സോജൻ മഞ്ഞില തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സ്ക്വയറിൽ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് ദേശീയ പതാക ഉയർത്തി. കുട്ടൻ മച്ചാട്, വിനോദ് മാടവന, NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നാനി ഈഴുവത്തിരുത്തി കുട്ടാട് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ CP അബൂബക്കർ ദേശീയ പതാക ഉയർത്തി. മുൻ കസ്റ്റംസ് ഹവീദാർ ഗംഗാധരൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A പവിത്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്ക് ഫണ്ട് നൽകുന്നതിന് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, പഞ്ചായത്ത് അംഗം MC ഐജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചെയർമാൻ M കൃഷ്ണദാസ് ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും, കൌസ്തുഭം അതിഥി മന്ദിരത്തിൽ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവിയും ദേശീയ പതാക ഉയർത്തി. ഗുരുവായൂർ ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം മുൻ പ്രസിഡന്റ് VK സുരേഷ് ബാബു പതാക ഉയർത്തി. GUP സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രധാന അധ്യാപിക CR സിന്ധു ദേശീയ പതാക ഉയർത്തി.
കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു, കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി എൽദോ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചാവക്കാട് കോടതിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ സ്പെഷ്യൽ ജഡ്ജ് അന്യാസ് തയ്യൽ, സബ് ജഡ്ജ് വി വിനോദ, മജിസ്ട്രേറ്റ് ഷാരിക സത്യൻ, മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, അക്തർ അഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം മുൻ പ്രസിഡന്റും എഴുത്തുകാരനുമായ പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായരുടെ കവിതയെ ആസ്പദമാക്കി ചിത്രീകരിച്ച ആൽബം പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കവി റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിക്കും. മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ചീഫ് കോർഡിനേറ്റർ കിഷോർ പള്ളിപ്പാട്ട്, സംഗമ സാഹിതി പ്രസിഡന്റ് റഷീദ് കാർളം, പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ, മധു പള്ളിപ്പാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തിയിൽ വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മോഹനൻ, കോൺഗ്രസ് നേതാക്കളായ ഖാദർമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വായനശാല പ്രസിഡന്റ് കെ മഷഫ് ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി സൌമ്യ യോഗേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MK വർഗീസ് എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ദേശീയ പതാക ഉയർത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. NK കബീർ, K ഗോവിന്ദൻകുട്ടി, റീന വർഗീസ്, വിനോദിനി പാലക്കൽ, KR രാധിക എന്നിവർ സംസാരിച്ചു. മാടകത്തറ ഫ്രണ്ട്സ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മാടകത്തറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് ദേശീയ പതാക ഉയർത്തി. T മനോജ്, P ശ്രീനിവാസൻ, VC ബിനോജ്, രാധാകൃഷ്ണൻ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം വാർഡ് കൌൺസിലർ K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മിനി വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രതി, ഹെഡ് മിസ്ട്രസ് അജിത കുമാരി കോറോട്ട്, SMC ചെയർമാൻ P സുരേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 1994 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സംഭാവനയായി നൽകി. ചെമ്പുകാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സൂപ്രണ്ട് VK സുരേന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. VHSS ഇൻചാർജ് അധ്യാപിക സീന V മേനോൻ, PTA വൈസ് പ്രസിഡന്റ് VT സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വന്ദേമാതരത്തിന് തയ്യാറെടുത്ത VHSയിലെ കുട്ടികളും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്കിൽ ഡെസ്റ്റിനേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ CC മുകുന്ദൻ MLA പതാക ഉയർത്തി. മാനേജർ AT നേന, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ദേശീയ പതാക ഉയർത്തി. DCC ഭാരവാഹികളായ KK ബാബു, VG അശോകൻ, KB ജയറാം, ജനപ്രതിനിധികളായ ബീന സേവ്യർ എന്നിവർ സന്നിഹിതരായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാനാധ്യാപിക KS സുജിനി ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ AU മനാഫ്, MPTA പ്രസിഡന്റ് ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സൂക്ഷിക്കേണ്ട ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമല്ലേ? വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശിഷ്ട അതിഥികൾ ചേർന്ന് ദേശീയ പതാക ഉയർത്തി. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, PTA പ്രസിഡന്റ് സുനിൽകുമാർ, വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, മാനേജർ ഫാദർ ഏബിൾ ചിറമൽ എന്നിവർ സംസാരിച്ചു.
ചേർപ്പ പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രധാനാധ്യാപിക ലതിക ദേശീയ പതാക ഉയർത്തി. വാർഡ് മെമ്പർ ധന്യ സുനിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യദിന റാലിയും വിവിധ കലാപരിപാടികളും മധുര വിതരണവും നടന്നു. വയനാട് ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് മൗനപ്രാർത്ഥന നടത്തി. ജനമൈത്രി പോലീസ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA ദേശീയ പതാക ഉയർത്തി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൌൺസിലർമാരായ CS സുമേഷ്, രശ്മി ബാബു, സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാന അധ്യാപിക VR ഷില്ലി ദേശീയ പതാക ഉയർത്തി. അന്തിക്കാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ധീരജവാന്മാരെ ആദരിച്ചു. SPC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, GRC എന്നീ കേഡറ്റുകളുടെ സ്വാതന്ത്ര്യദിന പരേഡ്, സല്യൂട്ട് സ്വീകരണവും നടന്നു. ജീവിതം കരുപിടിപ്പിക്കുക, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക. എൽത്തുരത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷവും ബാൻഡ് സെറ്റ് ഉദ്ഘാടനവും SI രാജേഷ് കുമാർ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചക്രമാക്കിൽ, കൌൺസിലർ ലാലി ജെയിംസ്, ഫാദർ ബിനു ബാബു, ഹെഡ്മാസ്റ്റർ ജെന്നി, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഷാജു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജിയോ വേലൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോയ് മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ജെയ്സൺ തെക്കുമുറം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ കിങ്സിന്റെ നേതൃത്വത്തിൽ പീച്ചി കണ്ണാറ ജയ് ക്രിസ്റ്റോ സദനിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സദനിലെ അന്തേവാസികൾക്ക് കിങ്സ് മെമ്പേഴ്സ് മധുരം വിതരണം ചെയ്തു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6520 രൂപ, പവന് 52,160 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3184 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മന്ത്രി പദവി ചങ്ങലയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി പദവിയും പ്രോട്ടോകോളും തന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റുകയാണെന്നും സുരേഷ് ഗോപി. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ വിൻഡോ ചില്ല് പാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശി ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. കരവ് കരുവാൻ വളവിൽ അപകടത്തിൽ കേബിൾ TV ഓപ്പറേറ്റർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. റോഡരികിലെ പോസ്റ്റിൽ കോണി വെച്ച് കയറി നിന്നിരുന്ന 3 പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്ക് ഇടിച്ചായിരുന്നു അപകടം. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ചിരുന്ന സാമഗ്രികളാണ് മോഷണം പോയത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ദമ്പതികളിൽ നിന്ന് 43 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി ഷാജഹാനാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.